ഡിസംബർ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ജേണൽ ഉണ്ടാക്കാം. അതിങ്ങനെ ഞാൻ 2 പേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാഫ് പേജിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ പച്ച വാട്ടർ കളറോ അക്രിലിക് പെയിൻറ്റോ എന്താണെങ്കിലും ഒരു മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡാർക്കായിട്ടും ചില സ്ഥലങ്ങളിൽ കുറച്ച് ലൈറ്റായിട്ടും ഒക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മതി. ലൈറ്റ് കുറവായതുകൊണ്ടാട്ടോ ഇതിന് ഇത്രയും ക്ലാരിറ്റിയേ ഉള്ളൂ. എന്നാലും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പേജിൻ്റെ താഴത്തും ഒരു ഹാഫ് പോർഷനോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ പോർഷനോ എടുത്തിട്ട് അവിടെ ഇതുപോലെ ആദ്യമേ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ കളർ ഇങ്ങനെ പെട്ടെന്ന് നിന്നിട്ട് പരന്ന് വരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കളർ അടിക്കുമ്പോഴത്തേനും ഒരുമാതിരി കൂടി കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒന്ന് വെള്ളം നന്നായിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ഡാർക്കായിട്ടും ചില സ്ഥലങ്ങളിൽ കുറച്ച് ലൈറ്റായിട്ടും കൊടുക്കും. അങ്ങനെ ഞാനിപ്പോൾ ആ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കൊടുത്ത് പിന്നെയും പച്ച കളർ കൊടുത്ത് ഇരിക്കുവാണ്. നമുക്ക് ലാസ്റ്റ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓൾമോസ്റ്റ് കൊടുത്ത് കഴിയാറായി. അപ്പോൾ നമ്മുടെ 2 പേജും കൂടെയൊക്കെ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഒരു ലുക്കിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ആദ്യം ഒരു പെൻസിലും വെച്ച് വരച്ചിട്ടാണ് പുറമേ നമ്മൾ ഈ പേനയും വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ഒരു ഷേപ്പില്ലേ, മരത്തിൻ്റെ പേരെന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ആ ഒരു മരത്തിൻ്റെ ഷേപ്പ് അങ്ങോട്ട് അതിൻ്റെ ഈ പച്ച കളറിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഒരു കുറേ ട്രീ ഒക്കെ ഇരിക്കട്ടെ, ഒരു ഭംഗിയല്ലേ. ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു ട്രീ ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ട്രീയുടെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം. മൊത്തത്തിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ആ ഗ്രീൻ കളർ കൊടുത്ത എല്ലാ പോർഷനിലും നമ്മളിങ്ങനെ ആ ഒരു ട്രീൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പെൻസിലും വെച്ച് വരച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ വര വളരെ നല്ലതായതുകൊണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടും തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉള്ളതുകൊണ്ടാണ് പെൻസിൽ വെച്ച് വരയ്ക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പെൻസിലും വെച്ചൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകാതെ വരയ്ക്കാം. നീ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലാതെയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പെൻസിലും വെച്ച് വരച്ചിട്ടാണ് വരയ്ക്കുക. വന്നിട്ട് എനിക്കിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക എവിടെ ഏതെല്ലാം വരയ്ക്കണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമ്മളതും വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൊള്ളാം. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ചില മരങ്ങളിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരങ്ങൾക്ക് കുറച്ച് പച്ചപ്പ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന മരങ്ങളാണെന്നൊന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഒന്ന് പച്ചപ്പൊക്കെ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ചില മരങ്ങൾക്ക് മാത്രം ഒരു കുറച്ച് പച്ച കളർ അങ്ങ് കൂടുതൽ കൊടുക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഉണങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഡിസംബറിൽ എഴുതുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ നേരത്തെ പെൻസിലും വെച്ച് എഴുതിയിട്ടാണ് എഴുതുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റിപ്പോകും. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ പാടിക്കൂടൊന്നുമല്ല ഞാൻ എഴുതുന്നത്. എന്തായാലും കുഴപ്പമില്ല, അങ്ങനെ ഡിസംബറിൽ നമ്മളൊന്ന് എഴുതി. നെക്സ്റ്റ് നമുക്ക് ആകാശം ഒന്ന് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് നീല കളർ നേരത്തെ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകും. then നമുക്ക് കുറച്ച് മഞ്ഞയും കണങ്ങൾ വരച്ചു കൊടുക്കാം. ഈ വട്ടം ഞാൻ വരയ്ക്കുന്ന മഞ്ഞാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നിയില്ലെങ്കിലും മഞ്ഞാണത്. പിന്നെ നമ്മൾ മഞ്ഞ് വരച്ച് ഫുള്ള് നമ്മൾ മഞ്ഞ് വരച്ചിട്ടുണ്ട്. 2 പേജിൽ മഞ്ഞ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് കലണ്ടർ ഒന്ന് എഴുതി കൊടുക്കാം. അത് നേരത്തെ ഡിസംബറിൽ എഴുതിയതിൻ്റെ തൊട്ടടുത്ത പേജിലാണ് നമ്മളിപ്പോൾ കലണ്ടർ എഴുതിയേക്കുന്നത്. അപ്പോൾ കലണ്ടറൊക്കെ നോക്കിയിട്ട് അത് ഞാൻ പെൻസിലും വെച്ച് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അലൈൻമെൻറ്റൊക്കെ തെറ്റിപ്പോകും. ഞാൻ എഴുതി കഴിയുമ്പോൾ ഒരുമാതിരി ട്രയാങ്കിൾ ആയിട്ടായിരിക്കും ആ കലണ്ടർ വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ചൊരു വൃത്തിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കലണ്ടറൊക്കെ എഴുതി സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ ഒന്ന് എഴുതി സെറ്റാക്കി വെക്കാം. അപ്പോൾ വരുമ്പോൾ ഒരു കലണ്ടറൊക്കെ പോലെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇല്ലാത്തൊരു സാധനം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കംപ്ലീറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ എന്തായാലും ഫൈനലി ഡോട്ടൊക്കെ ഇട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നേക്കുന്നത്. എന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ വലുത്. എന്തായാലും ചെയ്തു നോക്കാം.